നമ്മൾ സെക്കൻഡ് മൊഡ്യൂളില് സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിന്റെ എങ്ങനെയാണ് ഒരു ഡേറ്റ പാത്ത് അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ വരയ്ക്കുന്നത് ആ ഒരു ഡയഗ്രാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സാമ്പിൾ പ്രോഗ്രാമിൽ 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ആ 4 ഇൻസ്ട്രക്ഷൻസിലെ ലോഡ് ടൈപ്പ് ഇൻസ്ട്രക്ഷന്റെ ഡേറ്റ പാത്തും ഡയഗ്രാം നമ്മൾ പഠിച്ചത്. നമുക്കിനി ഓരോ ടൈപ്പ്, അതായത് ആ ഒരു സാമ്പിൾ പ്രോഗ്രാമിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ടോ, ആദ്യത്തെ ലോഡ് ഓപ്പറേഷൻ ആയിരുന്നു, രണ്ടാമത്തെ സ്റ്റോർ ഓപ്പറേഷൻ ആണ്, മൂന്നാമത്തെ ഓർ ഓപ്പറേഷൻ ആണ്, നാലാമത്തെ ബ്രാഞ്ചിങ് ആണ്. ഈ 4 ഇൻസ്ട്രക്ഷനും കൂടി ലൈക്ക് ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിന്റെ ഡേറ്റ പാത്ത് വരയ്ക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. ഒരു സാമ്പിൾ പ്രോഗ്രാം തന്നിട്ട് അതിന്റെ ഡേറ്റാഗ്രാം വരയ്ക്കുക, ആ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ഈ 4 ഇൻസ്ട്രക്ഷൻസിന്റെയും ഓരോ ഇൻസ്ട്രക്ഷൻസിന്റെയും ഫ്ലോ കാണിക്കുന്ന രീതിക്ക് നമ്മളവിടെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഇപ്പൊ നമ്മൾ ലോഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ ഡേറ്റ ഫ്ലോ വരുന്നത്, ആ ഒരു കൺസെപ്റ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇനി നമുക്ക് സ്റ്റോർ വേർഡ്, അതായത് SW എന്ന് പറയുന്ന സെക്കൻഡ് ഇൻസ്ട്രക്ഷന്റെ ഡേറ്റാഗ്രാം പഠിക്കണം. സോ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, SW x6, 8 of x9. അതായത് x9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ ഉള്ളത് ആ x9 എന്ന് പറയുന്ന രജിസ്റ്ററിനോട് 8 എന്ന് പറയുന്ന ഒരു ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തതിനു ശേഷം ഒരു അഡ്രസ് കിട്ടും. ആ അഡ്രസ്സിലുള്ള കണ്ടന്റിനെ എവിടെ കൊണ്ടുവരണം, x6 എന്ന് പറയുന്ന സ്റ്റോർ വേർഡിലേക്ക്, x6 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ അവിടെ ഫെച്ചിങ് നടക്കുന്നത്, നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടീവ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റിനകത്ത് പറയുന്നത് ഫെച്ചിങ്, എക്സിക്യൂട്ട്, അതിനെ ഡീകോഡ് ചെയ്യുന്നു, പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ റൈറ്റ് ബാക്ക് ചെയ്യണമെങ്കിൽ റൈറ്റ് ബാക്ക് ചെയ്യുന്നു, PC അപ്ഡേറ്റ്. ഈ 4 സ്റ്റെപ്സ് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ ഈ 4 സ്റ്റെപ്പ് വർക്ക് ചെയ്യുന്നത് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഫെച്ചിങ് ആണ്. ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ അഡ്രസ്സിനെ എടുക്കുന്നു. ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ലൈക്ക് SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് നമ്മൾ അതിന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത ഒരു ഹെക്സാഡെസിമൽ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആ ഇൻസ്ട്രക്ഷൻ അവിടുന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ 0x0064A423 എന്ന് പറയുന്നത് SW x6, 8 of x9 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ മെഷീൻ ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. അതെങ്ങനെയാണ് ഹെക്സാഡെസിമൽ കൺവേർഷൻ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്, ലൈക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന് അത് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് നോക്കുന്നു. R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാകും, I ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാകും. ആ ഫോർമാറ്റിൽ നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എഴുതുന്നു. ആ ബൈനറി ഡിജിറ്റ്സിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. സോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്, മെമ്മറിയിൽ, ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ അഡ്രസ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൊടുക്കുന്നു. ആ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിലെ അഡ്രസ്സ് നോക്കിക്കൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ ആ പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വന്നാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെച്ച് ആയിരിക്കും. ഫെച്ച് നടക്കുന്നത് PC എന്ന് പറയുന്ന പ്രോഗ്രാം കൗണ്ടർ സ്റ്റേറ്റ് എലമെന്റിന്റെയും ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് എലമെന്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ് എലമെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഫെച്ചിങ്ങിന്റെ റിസൾട്ട് കിട്ടുന്നത്. അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, x9 എന്ന് പറയുന്ന രജിസ്റ്റർ ആണ്. x9 എന്ന് പറയുന്ന ഇവിടെ അഡ്രസ് കാൽക്കുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ ഡേറ്റ പ്രോസസ്, ഈ ഒരു ഫിഗറില് ഇവിടെ നമുക്കറിയാം PC എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ബോക്സ്, അതാണ് PC എന്ന് പറയുന്ന കോർ എലമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എലമെന്റ്. ആ സ്റ്റേറ്റ് എലമെന്റിന്റെ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ PC എന്ന് പറയുന്ന ഈ പോർഷൻ ആണ്. ഈ PC-യില് 0x1004 ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ആണ്. ആ അഡ്രസ്സിനെ നെക്സ്റ്റ് സ്റ്റേറ്റ് എലമെന്റ് ആയ ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന നെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുക്കുന്നു. ഈ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ ഒരു അഡ്രസ്സിനെയാണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. അഡ്രസ്സിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത RD, റീഡ് ഡേറ്റ, ആ ഇൻസ്ട്രക്ഷൻ ആണ് ഈ x64A423 എന്ന് പറയുന്ന മെഷീൻ ലാംഗ്വേജ്. SW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷനിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, എന്താണ് സോഴ്സ് ഓപ്പറാൻഡ് ആയിട്ട് എടുക്കേണ്ടത്, ആ സോഴ്സ് ഓപ്പറാൻഡിനെ റീഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ രജിസ്റ്റർ ഫയലിൽ നടക്കുന്നത്. അവിടെയാണ് ALU കമ്പ്യൂട്ടേഷൻ വരുന്നത്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x9 എന്ന് പറയുന്ന രജിസ്റ്ററിനെ ഇംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ് 1-ല് 9 എന്ന് കൊടുത്തിരിക്കുന്നത്.
ആ X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നിന്ന് എന്താണോ റീഡ് ചെയ്യുന്നത് ആ റീഡ് ചെയ്തിരിക്കുന്നതാണ് 0x2004. X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ആ മെമ്മറി ലൊക്കേഷൻ ആണ് 0x2004 എന്ന് പറയുന്നത്. അതിനെ റീഡ് ചെയ്തെടുക്കുന്നു. രണ്ടാമത്തെ കണ്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഈ 0x2004നെ ഒരു ALU ഓപ്പറേറ്ററിലേക്ക് അല്ലെങ്കിൽ ഒരു ALU ഡീമൾട്ടിപ്ലെക്സറിലേക്ക് നമ്മൾ കടത്തിവിടുവാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ALU ഡീമൾട്ടിപ്ലെക്സറിൽ വെച്ച് ഈ X9 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ചെയ്യുന്നത്. നമുക്ക് X9 എന്ന് പറയുന്ന രജിസ്റ്ററിനോട് 8 of X9 എന്നാണ് എവിടെ തന്നിരിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷനിൽ തന്നിരിക്കുന്നത്. അവിടെ നോക്കിക്കേ SWX6, 8 of X9. X9 എന്ന് പറയുന്ന രജിസ്റ്ററിനോട് 8 എന്ന് പറയുന്ന ഒരു ഓഫ്സെറ്റ് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യണം. 8 പ്ലസ് X9. X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്ത് വാല്യൂ ആണ് ഉള്ളത് അതിനോട് 8 ആഡ് ചെയ്തതിനു ശേഷം ആ 8 എന്ന് പറയുന്ന ഓഫ്സെറ്റ് വാല്യൂ ആഡ് ചെയ്തതിനു ശേഷം കിട്ടുന്ന സ്ഥലത്ത് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് റൈറ്റ് ബാക്ക് ചെയ്യേണ്ടത്, തിരിച്ച് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡേറ്റ എടുക്കേണ്ടത്. സോ ആ 0x2004 നിന്ന് അവിടെ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ അല്ല, പകരം ആ 0x2004 ഒരു ALU ഓപ്പറേറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ALU ഡീമൾട്ടിപ്ലെക്സറിലേക്ക് കൊടുക്കുന്നു. സോഴ്സ് A എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിട്ട്, സോഴ്സ് B എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മളിവിടെ 8 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നു. ആ 8 എന്ന് പറയുന്ന വാല്യൂവും 0x2004 എന്ന് പറയുന്ന വാല്യൂവും തമ്മിൽ ആഡ് ചെയ്തതിനു ശേഷം ഓഫ്സെറ്റ് പ്ലസ് ആ ബേസ് അഡ്രസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2004നോട് 8 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 200C ആണ്. അതാണ് ഈ ALU റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ 200Cയിൽ എന്താണോ ഉള്ളത് 200C എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ആ മെമ്മറി ലൊക്കേഷനിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ ഡേറ്റ മെമ്മറി എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ് എലിമെന്റിലേക്ക് പോകുന്നു. ഈ മെമ്മറി ലൊക്കേഷനിൽ ആ അഡ്രസ്സിനെ A എന്ന് പറയുന്ന അഡ്രസ്സിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അവിടെ എന്ത് വാല്യൂ ആണ് ഉള്ളത് 200C എന്ന് പറയുന്ന ലൊക്കേഷനിൽ എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ റീഡ് ചെയ്തെടുത്ത് ആ റീഡ് ഡേറ്റ കമ്പോണന്റിലൂടെ നമ്മൾ എങ്ങോട്ടേക്ക് എത്തുന്നു, ഏത് രജിസ്റ്ററിലേക്കാണോ നമ്മളോട് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് X6 എന്ന് പറയുന്ന തൽക്കാലം X6 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ X6നെയാണ് നമ്മളിവിടെ AD3 അല്ലെങ്കിൽ WD3 ഉപയോഗിച്ച് രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റ് ചെയ്യുന്നതിനെ നമ്മുടെ മെയിൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ SW എന്ന് പറയുന്ന മെയിൻ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. സോ നമ്മൾ ആദ്യം അതിനെ X6ലേക്ക് കൊണ്ടുവരുന്നു. ആ X6ലേക്ക് കൊണ്ടുവന്ന വാല്യൂവിനെ X6ലുള്ള വാല്യൂ എന്താണ് 10 എന്ന് പറയുന്ന വാല്യൂ ആണ്. ആ X6ലുള്ള വാല്യൂവിനെ നമ്മൾ പിന്നെയും റീഡ് ചെയ്തെടുക്കുന്നു. ആ റീഡ് ചെയ്തെടുത്തതിനെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് റൈറ്റ് ചെയ്യുന്നു. അതാണ് ഈ റൈറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും ഫംഗ്ഷൻ ആണ് SW എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം S ടൈപ്പ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫെച്ച് ചെയ്യുന്നു. ഫെച്ച് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റും ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റും ആണ്. പ്രോഗ്രാം കൗണ്ടറിൽ നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഉണ്ടാകും 0x1004. ഈ 1004 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഫെച്ച് ചെയ്തെടുക്കുന്നു. അത്രയും പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു രജിസ്റ്റർ ഫയലിനെ എടുക്കണം. ആ രജിസ്റ്റർ ഫയലിൽ നിന്ന് സോഴ്സ് ഓപ്പറാൻഡുകൾ എടുക്കണം. സോ ആ സോഴ്സ് ഓപ്പറാൻഡ് അല്ലെങ്കിൽ സോഴ്സ് രജിസ്റ്റേഴ്സ് ഏതാണെന്ന് ഇവിടെ നമ്മൾ രജിസ്റ്റർ ഫയലിൽ നോക്കുന്നു. A1 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്താണ് വരുന്നത് X9 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്റർ ആണ് വരുന്നത്. സോ ആ X9 എന്ന് പറയുന്ന രജിസ്റ്ററിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 9 കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ സാമ്പിൾ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 0x2004 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ 0x2004 എന്ന് പറയുന്ന ലൊക്കേഷനെ റീഡ് ചെയ്യുന്നു. ഈ 0x2004ലുള്ള കണ്ടന്റ് അല്ല നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്, പകരം 8 of X9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 എന്ന് പറയുന്നത് എന്താണ് ഒരു ഓഫ്സെറ്റ് വാല്യൂ ആണ്. ഈ 0x2004നോട് 8നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ALU ഡീമൾട്ടിപ്ലെക്സർ ഉപയോഗിക്കുന്നത്. സോഴ്സ് എയിലായിട്ട് ഈ 2004 കൊടുക്കും, സോഴ്സ് ബിയിലായിട്ട് ഈ 8 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നു അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഓഫ്സെറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇമ്മീഡിയറ്റ് സോഴ്സ് കൊടുത്തിരിക്കുന്നത്. ഈ 8ഉം 2004ഉം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ALUവിൽ കിട്ടുന്ന അഡീഷൻ ഓപ്പറേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ALU കൺട്രോളർ 000 എന്ന് കൊടുത്തിരിക്കുന്നത്.
അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 0x200C ആയിരിക്കും. 4നോട് 8 ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 12 വരുന്നു. 12ന്റെ ഹെക്സാഡെസിമൽ കോഡാണ് സി ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ആ ALU റിസൾട്ടിനെ 0x200C എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണോ കണ്ടന്റ് ഉള്ളത് അതിനെ ഇവിടെ റീഡ് ചെയ്തെടുക്കുന്നു. ഡേറ്റ മെമ്മറിയുടെ ലൊക്കേഷൻ ആണ് ഈ 200C എന്ന് പറയുന്നത്. അത് ഈ ഡേറ്റ മെമ്മറിയിൽ നോക്കി നമ്മൾ ആ അഡ്രസ്സ് നോക്കിക്കൊണ്ട് ആ കറസ്പോണ്ടിങ് അഡ്രസ്സിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 200C എന്ന് പറയുന്ന ലൊക്കേഷനിൽ 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ 10 എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്ത് നമ്മൾ നേരെ രജിസ്റ്റർ ഫയലായ X6ലേക്ക് റൈറ്റ് ചെയ്യുന്നു. അതാണ് WD3ലേക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് റൈറ്റ് ചെയ്യുന്നത്? X6ലേക്കാണ് റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൈറ്റ് ചെയ്ത ഡേറ്റേനെ പിന്നെയും നമ്മൾ റീഡ് ചെയ്ത് തിരിച്ച് ഡേറ്റ മെമ്മറിയിലേക്ക് ഒന്നുകൂടി സ്റ്റോർ ചെയ്യുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. 8 of X9 എന്ന് പറയുന്ന കണ്ടന്റും X6 എന്ന് പറയുന്ന കണ്ടന്റിനെയും കൊണ്ട് മെമ്മറിയിലേക്ക് റൈറ്റ് ബാക്ക് ചെയ്യുക. ആ ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഇതാണ് ഇത്രയും സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് സ്റ്റോർ വേർഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ SW എന്ന് പറയുന്ന സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ഒരു സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഫെച്ച് നടക്കുന്നു, പിന്നെ അഡ്രസ് കാൽക്കുലേഷൻ. അഡ്രസ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ X9 എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ളത് 2004 എന്ന് പറയുന്ന കണ്ടന്റും 8 എന്ന് പറയുന്ന അവിടുത്തെ ഓഫ്സെറ്റുമാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 200 എന്ന് പറയുന്ന C എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കിട്ടുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ X6ലുള്ള വാല്യൂവിനെ ഈ 200Cയിലേക്ക് എന്ത് ചെയ്യുന്നു? റൈറ്റ് ബാക്ക് ചെയ്യുന്നു. X6 എന്ന് പറയുന്നത് 10 ആണ്. അത് റിട്ടേൺ ബാക്ക് ടു മെമ്മറി അഡ്രസ് 200C. ഇനി അവിടെ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് PC ഇൻക്രിമെന്റ് ആണ്. PC ഇൻക്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടുത്തെ PC ഇൻക്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 0x1004 ആയിരുന്നു PC-യിൽ നിന്ന് കിട്ടിയ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. ആ വാല്യൂവിലേക്ക് ഒരു 4 ബൈറ്റ് ആഡ് ചെയ്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ നെക്സ്റ്റ് അഡ്രസ് കൊടുക്കണം. സോ 1004ലേക്ക് +4 ഇൻക്രിമെന്റ് ചെയ്ത, അതായത് ആ ALU ഓപ്പറേഷൻ പെർഫോം ചെയ്ത 0x1008 എന്ന് പറയുന്ന ഇൻപുട്ടിനെ PC എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നു. ഇത്രയും പ്രോസസ് ആണ്. ഫെച്ചിങ്, കാൽക്കുലേഷൻ, അഡ്രസ് കാൽക്കുലേഷൻ, റൈറ്റ് ബാക്ക്, ദെൻ PC ഇൻക്രിമെന്റ്. ഇത്രയും സ്റ്റെപ്സ് ആണ് SW എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ഡേറ്റ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് കാണുമ്പോൾ ഡിഫിക്കൽട്ട് ആയി തോന്നുമെങ്കിൽ പക്ഷെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. കാരണം എല്ലാത്തിലും ഈ ബോക്സുകൾ, ഈ എലമെന്റ്, ഈ 4 സ്റ്റേറ്റ് എലമെന്റ്സ് സിമിലർ ആയിരിക്കും. ആ സ്റ്റേറ്റ് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ലൈക്ക് എന്താണ് ഇൻപുട്ട് എടുക്കേണ്ടത്, എന്താണ് ഔട്ട്പുട്ട് വരേണ്ടത്, അത് നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ആ ഇൻസ്ട്രക്ഷൻ നോക്കി ജസ്റ്റ് ആ ലൈൻ, ആ ഒരു ഫ്ലോ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു, അതായത് PC-ക്ക് ശേഷം ഇൻസ്ട്രക്ഷൻ മെമ്മറിയാണ്, ഇൻസ്ട്രക്ഷൻ മെമ്മറിക്ക് ശേഷം രജിസ്റ്റർ ഫയലാണ്, രജിസ്റ്റർ ഫയലിന് ശേഷം ഡേറ്റ മെമ്മറിയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അഡീഷണൽ ഓപ്പറേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ALUs ഉപയോഗിക്കണം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫിഗേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ നമുക്ക് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത് OR ഇൻസ്ട്രക്ഷൻ ആണ്. OR കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് കമ്പാരിസൺ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ OR ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ ആയിട്ടുള്ള OR പെർഫോം ചെയ്യണം. അതിന്റെ എങ്ങനെയാണ് ഡേറ്റ പാത്ത് വരയ്ക്കാൻ പോകുന്നത്, അതിന്റെ എങ്ങനെയാണ് ഡേറ്റ ഡയഗ്രാം വരുന്നത്, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ OR എന്ന് പറയുന്നത് എന്താണ്? ഒരു R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ഇമ്മീഡിയറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമേ വർക്കിംഗ് വരുള്ളൂ. ഇനി അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നടക്കുന്നത്, ഇവിടെയും ഫെച്ച് ഓപ്പറേഷൻ ആദ്യം നടക്കുന്നു. ഫെച്ച് ഓപ്പറേഷൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമ്മള് OR ഇൻസ്ട്രക്ഷൻ ആണ് പറയുന്നത്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതിന്റെ അഡ്രസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 0x1008. 0x1008 എന്ന് പറയുന്ന അഡ്രസ്സിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഫിഗറിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. PC എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ, ഈ ഒരു ചെക്ക് ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ്? ഈ 0x1008 ആണ്. ആ 0x1008 നമ്മൾ അവിടെ എഴുതി. എങ്ങോട്ടാണ് പോകുന്നത്? ആ ഇൻസ്ട്രക്ഷൻസിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയിലേക്കാണ് അത് പോകുന്നത്. അതാണ് ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ബോക്സ്. ഈ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ അഡ്രസ്സിനെയാണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്, ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന ഒരു അഡ്രസ്സിനെയാണ് ഔട്ട്പുട്ട് ആയിട്ട് റീഡ് ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ഷനെയാണ്. ഈ അഡ്രസ്സിൽ 0x1008 എന്ന് പറയുന്ന അഡ്രസ്സിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതനുസരിച്ചുകൊണ്ട് അതിനകത്ത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, ആ രജിസ്റ്റേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ്. സോ രജിസ്റ്റേഴ്സിന് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് എലമെന്റിലാണ്.
ഈ രജിസ്റ്റർ ഫയലിനകത്ത് അറ്റ് എ ടൈം 3 ഇൻപുട്ട് അല്ലെങ്കിൽ 3 അഡ്രസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അഡ്രസ് 1ഉം അഡ്രസ് 2ഉം സോഴ്സ് രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും അഡ്രസ് 3 എന്ന് പറയുന്നത് A3 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ഇൻസ്ട്രക്ഷൻ നോക്കുന്നു. ഇൻസ്ട്രക്ഷനിൽ എന്താണ് സോഴ്സ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈ X5ഉം X6ഉം ആണ്. അപ്പൊ X5നെ A1ലേക്കും X6നെ A2 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കും കൊടുക്കുന്നു. A1ൽ എന്താണ് 5 ഇംപ്ലൈ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് X5നെ എടുക്കുന്നു. X5നെ റീഡ് ചെയ്യുന്നു. എന്താണോ X5 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഉള്ളത് അതിനെ റീഡ് ഔട്ട് ചെയ്യുന്നു. റീഡ് ഡേറ്റ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ A2 അഡ്രസ് 2 എന്ന് പറയുന്നത് X6 എന്ന് പറയുന്ന സോഴ്സ് രജിസ്റ്റർ ആണ്. X6 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണുള്ളത് അതിനെ റീഡ് ചെയ്യുന്നു. RD2 എന്ന് പറയുന്ന റീഡ് ഡേറ്റയാക്കി മാറ്റുന്നു. അങ്ങനെ ആ രണ്ട് കണ്ടന്റിനെ റീഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്താന്ന് നോക്കുന്നു. നമ്മുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് ഓർ ഓപ്പറേഷൻ ആണ്. സോ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഉപയോഗിക്കുന്നത് ഒരു ALU എന്തായാലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ് ഉപയോഗിക്കുക. ആ ALUവിനകത്തേക്ക് കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽ, ALU കൺട്രോൾ എന്ന് പറയുന്ന ഈ സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ALUവിൽ എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആദ്യത്തെ ഫിഗറിൽ സ്റ്റോർ വേർഡിൽ നമ്മൾ കൊടുത്തത് ALU കൺട്രോൾ 000 ആയിരുന്നു. അത് അഡീഷനും സബ്ട്രാക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അഡീഷൻ ആണെന്ന് ഇംപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 000. സബ്ട്രാക്ഷൻ ആണെങ്കിൽ വേറൊരു കോഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 011 ആണ്. 011 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ALU കൺട്രോൾ 011 എന്ന ഈ ഒരു പർട്ടിക്കുലർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ALU എന്ന് പറയുന്ന ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിനകത്ത് പെർഫോം ചെയ്യേണ്ടത് നമുക്ക് സോഴ്സ് എയും സോഴ്സ് ബിയിൽ നിന്ന് വരുന്ന വാല്യൂസിനെ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ സോഴ്സ് എയിൽ വരുന്നത്, സോഴ്സ് എയിൽ 6 ഡയറക്റ്റ് വരുന്നു, സോഴ്സ് ബിയിൽ എന്താണോ വരുന്നത്, ഇവിടെ ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ട് 10 ആണ്. ആ 10നെയും 6നെയും ബൈനറി ഫോമിലേക്ക് എഴുതിയതിനു ശേഷം അതിനെ ഓർ പെർഫോം ചെയ്ത് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് അതാണ് ഇവിടെ എഴുതുന്നത്, ALU റിസൾട്ടിനകത്ത് എഴുതുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോൾ വേറൊരു ഡീമൾട്ടിപ്ലെക്സർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഡീമൾട്ടിപ്ലെക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, രജിസ്റ്റർ ഫയലിനും ALUവിനും ഇടയ്ക്ക് ഒരു ഡീമൾട്ടിപ്ലെക്സർ, അത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം നമ്മൾ ഉപയോഗിച്ചത് ഒരു എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷനും I ടൈപ്പ് ഇൻസ്ട്രക്ഷനും ഒക്കെ ആയിരുന്നു. അവിടെ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഈ എക്സ്റ്റെൻഡ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അവിടെ ഡയറക്റ്റ് എന്താണ്, നമുക്ക് രജിസ്റ്റർ ഫയലിൽ നിന്ന് 2 സോഴ്സ് രജിസ്റ്റേഴ്സിനെയും റീഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ 2 സോഴ്സ് രജിസ്റ്റേഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസ്സറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ പാത്ത് അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഫ്ലോ വരയ്ക്കുന്ന സമയത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസിനും കൂടി ഒറ്റ ഫിഗർ ലാസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസിന്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ഫിഗറിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും കൂടി കാണിക്കും. സോ അങ്ങനെയുള്ള കേസിൽ ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡീമൾട്ടിപ്ലെക്സർ ആയ ഈ ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ALU SRC എന്ന് പറഞ്ഞ 0 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ALU SRC 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് രജിസ്റ്റർ ഫയലിൽ നിന്ന് വരുന്ന സെക്കൻഡ് റീഡ് ഡേറ്റയാണ് ഇൻപുട്ട് ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കേണ്ടത്. എന്നാൽ അവിടെ ALU SRC 1 എന്നാണ് എങ്കിൽ ഇവിടെ ഇമ്മീഡിയറ്റ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ മൾട്ടിപ്ലെക്സർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏത് ഇൻപുട്ടിനെയാണ്, അതിനകത്തേക്ക് 2 ഇൻപുട്ട് വരുന്നുണ്ട്, ആ 2 ഇൻപുട്ടിൽ ഏത് ഇൻപുട്ടിനെയാണ് റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻപുട്ടിനെയാണ് ALUവിലേക്ക് എത്തിക്കേണ്ടത്, അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. സോ സോഴ്സ് ബി ALU എന്ന് പറയുന്ന ഈ വലിയ ALU എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഓപ്പറേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് സോഴ്സ് ബി ആയിട്ട് എടുക്കേണ്ടത് ഏത് ഇൻപുട്ടിനെയാണ്, ഒന്നുകിൽ ഇമ്മീഡിയറ്റ് വാല്യൂവിനെയാണോ, അല്ലെങ്കിൽ രജിസ്റ്റർ ഫയലിൽ നിന്ന് വരുന്ന സെക്കൻഡ് റീഡ് ഡേറ്റനെയാണോ, അത് അതിന്റെ അവിടുത്തെ ALU സോഴ്സ് അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ SRC സിഗ്നൽ അനുസരിച്ചിരിക്കും. 0 എന്ന് പറഞ്ഞൊരു സിഗ്നൽ ആണെങ്കിൽ രജിസ്റ്റർ ഫയലിൽ നിന്ന് വരുന്ന ഈ 10 എന്ന് പറയുന്ന വാല്യൂവിന് തന്നെയാണ് ALUവിന് കൊടുക്കേണ്ടത്. 1 ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുത്തതെങ്കിൽ, ഈ ബ്ലൂ ലൈനിൽ ഇവിടെ 1 ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് എന്താണ് വരുന്നത് അതിനെയാണ് ALUവിലേക്ക് കടത്തിവിടേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. സോ 14 ഇവിടെ 10നെയും 6നെയും ബൈനറിയിലേക്ക് എഴുതി ഓർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 14 ആണ്. ആ 14 എന്ന് പറയുന്ന റിസൾട്ടിനെ ഇവിടെ ഡേറ്റ മെമ്മറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല. കാരണം ഒരു R ടൈപ്പ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയുമായി ഒരു ബന്ധവുമില്ല. R ടൈപ്പ് ഇൻസ്ട്രക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, X5ലുള്ള കണ്ടന്റും X6ലുള്ള കണ്ടന്റും തമ്മിൽ ഓർ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അതിന് സ്റ്റോർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് X4 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലേക്കാണ്. സോ അവിടെ മെമ്മറിയിലേക്ക് അതിനെ റൈറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെമ്മറി പോയി റീഡ് ചെയ്യേണ്ടതോ ആ ഒരു ഓപ്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയും എന്ത് ചെയ്യുന്നു, ഒരു മൾട്ടിപ്ലെക്സർ അല്ലെങ്കിൽ ഡിമൾട്ടിപ്ലെക്സറിനെ വെക്കുന്നു.
അതിനുശേഷം അവിടെ എന്താണ് റിസൾട്ട് SRC എന്ന് പറയുന്നത് നമ്മളിവിടെ സിഗ്നൽ കൊടുക്കുന്നു. ആ സിഗ്നലിനകത്ത് 0 ആണ് എങ്കിൽ ഡയറക്റ്റ് ALU എന്ന് പറയുന്ന റിസൾട്ടിനെ ഡയറക്റ്റ് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. അതല്ല 1 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റ മെമ്മറിയിൽ നിന്ന് വരുന്നതിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0 ഇവിടെ കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ALU-വിൽ എന്താണോ റിസൾട്ട് വന്നത് ആ റിസൾട്ട് ഡയറക്റ്റ്ലി നമ്മൾ എങ്ങോട്ട് പോവാണ്, ഇവിടെ റിസൾട്ട് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു, രജിസ്റ്റർ ഫയലിലേക്ക് പോയി അവിടെ റൈറ്റ് ചെയ്യുന്നു. രജിസ്റ്റർ ഫയലില് X4 എന്ന് പറയുന്ന A3 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് 14 എന്ന് പറയുന്ന വാല്യൂവിനെ റൈറ്റ് ചെയ്യുന്നു. അത്രയും പ്രോസസ് ആണ് ഈ OR ഓപ്പറേഷനിൽ നടക്കുന്നത്. ലാസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള PC ഇൻക്രിമെന്റ് നടക്കുന്നുണ്ട്. PC ഇൻക്രിമെന്റിനകത്ത് എന്താണ് 0x1008 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിലേക്ക് ഒരു 4 ബൈറ്റ് എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്, 32 ബിറ്റുള്ള ഡേറ്റ അഡ്രസ്സിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്. സോ ഒരു അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ബൈറ്റ് എടുക്കുന്നു. നെക്സ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനോടുകൂടി +4 ആഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ +4 ചെയ്തതിനു ശേഷം 1008നോട് +4 ചെയ്യുമ്പോൾ 100C അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിട്ട് 100C വരുന്നു. ഇത്രയും കൺസെപ്റ്റ് ആണ് OR ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ സിംഗിൾ സൈക്കിൾ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ പാത്തിൽ വരുന്നത്. ഓക്കെ ആണോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വല്ല മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ഇച്ചിരി പാട് പോലെ തോന്നും, പക്ഷെ ആക്ച്വലി അത് പാടല്ല. നിങ്ങൾ ആ ഒരു ഇൻസ്ട്രക്ഷന്റെ ഡ്യൂട്ടി എന്താന്ന് മനസ്സിലാക്കുക. ആ ഇൻസ്ട്രക്ഷന്റെ ഡ്യൂട്ടി അനുസരിച്ച് ആ ഒരു ഡേറ്റ പാത്ത്, ആ ഒരു ഫ്ലോ നോക്കിയാൽ മതി. പെട്ടെന്ന് കിട്ടുന്ന കൺസെപ്റ്റാ COA എന്ന് പറയുന്ന ഈ ഒരു അൽഗോരിതം, ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു ഫ്ലോയിന്റെ കളിയാ. അതൊന്നും ക്യാച്ച് ചെയ്യാനുള്ള ഒരു താമസേ ഉള്ളൂ. ജസ്റ്റ് ആ സ്റ്റേറ്റ് എലിമെന്റ്സിന്റെ ഡ്യൂട്ടി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അന്നൊരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഏത് രജിസ്റ്ററിലാണ്? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ, അതിന് സ്റ്റോറേജിന് നമ്മൾ ഉപയോഗിക്കുന്ന. ഓക്കെ ഫൈൻ. ഈ അഡ്രസ്സ് നമ്മൾ PC എന്ന് പറയുന്ന പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഏത് സ്റ്റേറ്റ് എലമെന്റിന്റെ ഇൻപുട്ട് ആയിട്ടാണ് മാറുന്നത്? ഈ അഡ്രസ്സ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അഡ്രസ്സ് എന്തിനു വേണ്ടിയിട്ടാ? ഒരു സാധനത്തിനെ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ. എന്തിനെ? ഇൻസ്ട്രക്ഷനെ. ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണമെങ്കിൽ അതിന് ഏത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം? ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. വെരി ഗുഡ്. ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് എനിക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക? ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിൽ നിന്ന് എന്താണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക? ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്നത് അഡ്രസ്സുകൾ 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അഡ്രസ്സുകളല്ല 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇൻസ്ട്രക്ഷൻ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഇൻസ്ട്രക്ഷൻ മെമ്മറി ഇപ്പൊ ഞാനൊരു ഷെൽഫ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഷെൽഫ് നിറച്ച് എന്താണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആ ഷെൽഫിൽ ഓരോ റോയിലും ഇന്ന ടൈപ്പിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഷെൽഫിൽ ഇത്രാമത്തെ വരിയിൽ ഇത്രാമത്തെ റോയില് എന്താണ്, ഇന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് അഡ്രസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്റ്റോറേജ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ആ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു, ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്തെടുക്കുന്നു, അവിടുന്ന് ആ ഫയൽ എടുക്കുന്നു. ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഇൻസ്ട്രക്ഷനിലെ സോഴ്സ് രജിസ്റ്റേഴ്സ് ഉണ്ടാകും, ഡെസ്റ്റിനേഷൻ രജിസ്റ്റേഴ്സ് ഉണ്ടാകും. അതിനാണ് നമ്മൾ ഓപ്പറാൻഡുകൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ഓപ്പറാൻഡുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ ഓപ്പറാൻഡുകളെ ഫെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ് എലിമെന്റ് ഏതാണ്? ഇൻസ്ട്രക്ഷൻസിലെ സോഴ്സ് രജിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റേഴ്സിനെ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഏത്? ഓക്കെ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിലാണ് ഈ രജിസ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. X0 മുതൽ X31 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. 32 രജിസ്റ്റേഴ്സ് ഉണ്ട് RISC-V പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം. സോ ഈ രജിസ്റ്റേഴ്സ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് എവിടെയാണ്? രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റിലാണ്. ഈ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിനനുസരിച്ച് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആവശ്യമുണ്ടോ, എക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആ ഒരു രജിസ്റ്റർ കൺസെപ്റ്റ് നമ്മൾ ഇംപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് X9, X13, X14, X12, X5, X6. അതിനെ എല്ലാത്തിനെയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് എലമെന്റ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റേറ്റ് എലമെന്റിൽ നിന്ന് ആ രജിസ്റ്റർ ഫയൽസിനെ നമ്മൾ ഇൻപുട്ട് ആയിട്ട് എടുത്ത് ആ ഇൻപുട്ടിന്റെ ആ ഒരു അഡ്രസ് വെച്ചുകൊണ്ട്, ഇപ്പൊ X9 ആണെങ്കിൽ X9 എന്ന് പറയുന്ന അഡ്രസ് വെച്ചുകൊണ്ട് X9 എന്ന് പറയുന്ന രജിസ്റ്ററിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ റീഡ് ചെയ്തെടുക്കുന്നു. അതാണ് അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്ന രജിസ്റ്റേഴ്സ് ആയിരിക്കും.
ആ രജിസ്റ്റേഴ്സിന്റെ ഉള്ളിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ രജിസ്റ്റേഴ്സിന്റെ ഉള്ളിൽ എന്ത് കണ്ടന്റ് ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, റീഡ് 1 RD1 RD2 എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, റീഡ് ചെയ്തെടുക്കുന്നു. ആ റീഡ് ചെയ്തെടുത്ത കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ALU എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇതിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ് എലിമെന്റ് ആണ് ഡേറ്റ മെമ്മറി എന്ന് പറയുന്നത്. ഡേറ്റ മെമ്മറി എന്ന് പറയുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനകത്തേക്ക് മെമ്മറിയുമായി നമുക്ക് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വന്നാൽ മാത്രമേ, അതായത് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡേറ്റ മെമ്മറി എന്ന് പറയുന്ന സ്റ്റേറ്റ് എലിമെന്റ് ഉപയോഗിക്കുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ALUവിന്റെ റിസൾട്ട് എന്താണോ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, തിരിച്ച് ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, തിരിച്ച് ഡേറ്റാസിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഉണ്ടാകും. ആ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്. സോ ആ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റർ ഫയലിൽ WD3 എന്ന് പറയുന്ന ഇൻപുട്ട് എടുക്കുന്നത്. WD3 എന്ന് വെച്ചാൽ എന്താണ്, റൈറ്റ് ഡേറ്റയാണ്. ആ റൈറ്റ് ഡേറ്റിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, WE3 എന്ന് പറയുന്ന എനേബിൾ സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ് എലമെന്റ്സ് പറഞ്ഞ സമയത്ത് കൺസെപ്റ്റിൽ പറഞ്ഞാണ്. സോ നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് എലമെന്റ്സിന്റെ ആ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക, അതിനുശേഷം ഈ ഡേറ്റ പാത്ത് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ പാത്തിലേക്കൊക്കെ പോവുക കേട്ടോ. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ നമ്മൾ ഏത് സ്റ്റെപ്പിലൂടെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് കാൽക്കുലേഷൻ നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, +4 ചെയ്തുകൊണ്ട് PC പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെന്റേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. പ്രോഗ്രാം കൗണ്ടറിന് ഇൻക്രിമെന്റിങ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അത് എല്ലാ ഇൻസ്ട്രക്ഷനിലും വരുന്ന സ്റ്റെപ്പാണ്. പ്രോഗ്രാം കൗണ്ടറിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ്, ഒരു ഇൻസ്ട്രക്ഷന് ആദ്യത്തെ അഡ്രസ് ആണ് അല്ലെങ്കിൽ ആ ഒരു അഡ്രസ് ആണ് നമ്മൾ എന്തിരിക്കുന്നത്, പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടി +4 ആഡ് ചെയ്താൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് വരുന്നത്. ആദ്യം നിങ്ങൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്തൊന്ന് സ്റ്റോർ ചെയ്യുക, തലയിലൊന്ന് സ്റ്റോർ ചെയ്യുക, അതിനുശേഷം മാത്രം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു ഇൻസ്ട്രക്ഷനും കൂടെ ഉണ്ട്, അതാണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ സാമ്പിൾ പ്രോഗ്രാമിൽ 4 ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 ഇൻസ്ട്രക്ഷൻ, അതായത് ആദ്യം നമ്മൾ ലോഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു, ദെൻ ബ്രാഞ്ചിങ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ സാമ്പിൾ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് BEQ എന്ന് പറയുന്ന എന്താണ്, കോഡാണ്, നിമോണിക് കോഡാണ്. ഈ BEQ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആണ് എങ്കിൽ ബ്രാഞ്ച് ചെയ്യുക. അപ്പൊ ഈക്വൽ ആണോ എന്ന് നോക്കാൻ നമുക്ക് എന്താ വേണം, 2 സോഴ്സ് രജിസ്റ്റേഴ്സ് വേണം. ഇവിടെ നമ്മൾ ഈക്വൽ ആണോ നോക്കുന്നത്, X4 ഉം X4 ആണ്. X4 ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്നു. X4 എന്ന് പറയുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതും X4 എന്നാണ്, രണ്ടും സെയിം രജിസ്റ്റർ തന്നെയാണ്. സെയിം ആണ് എങ്കിൽ എന്ത് ചെയ്യുന്നു, L7 എന്ന് പറയുന്നത് ഒരു ലേബൽ നെയിം ആണ്. അതായത് L7 എന്ന് നമ്മുടെ ഈ സാമ്പിൾ പ്രോഗ്രാമിൽ ഓൾറെഡി ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ, നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ LW എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ L7 എന്ന് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ L7 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ബ്രാഞ്ച് ചെയ്യണം. അതാണ് ഈ ഇൻസ്ട്രക്ഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. XL എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. ഈക്വൽ ആണ് എങ്കിൽ അതിനെ ബ്രാഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ L7 എന്ന് പറയുന്ന ലേബലിലേക്ക് കൊണ്ടുപോകണം. സോ ഇവിടെ നടക്കേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ആദ്യം ഫെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ദെൻ കമ്പാരിസൺ നടക്കണം, പിന്നെ ടാർഗറ്റ് കാൽക്കുലേഷൻ നടക്കണം. സോ കമ്പാരിസൺ നടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഫെച്ചിങ് നോക്കാം. ഇതാണ് അതിന്റെ ഡേറ്റ പാത്ത് വരുന്നത്. ഡേറ്റ പാത്തിനകത്ത് ഒന്നുമില്ല. ആദ്യത്തെ PC എന്ന് പറയുന്ന സ്റ്റേറ്റ് എലിമെന്റ്, PC എന്ന് പറയുന്ന സ്റ്റേറ്റ് എലിമെന്റിൽ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പറഞ്ഞാലോ, ഇതാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0x100C എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. സോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, PC എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എലിമെന്റിൽ നിന്ന് 0x100C അതാണ് നമ്മുടെ അഡ്രസ്. ആ അഡ്രസ്സിനെ കൊണ്ട് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലേക്ക് കൊടുക്കുന്നു. ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ A എന്ന് പറയുന്ന അഡ്രസ്സിന്റെ ഇൻപുട്ട് ആയിട്ട് അതിനെ സ്വീകരിക്കുന്നു. ആ അഡ്രസ്സിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് ഈ ഒരു BEQ എന്ന് പറയുന്നതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇത്, FE4280AE3. അത് അവിടുന്ന് റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് രജിസ്റ്റർ ഫയലിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത് നമ്മൾ നോക്കുന്നു. രജിസ്റ്റേഴ്സ്, നമ്മുടെ ഈ ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന രജിസ്റ്റേഴ്സ് ഏതാണ്, X ബേസ് ചെയ്ത് വരുന്നതാണ് രജിസ്റ്റേഴ്സ്. സോ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, X4 ഉം X4 ഉം ആണ് ഇവിടുത്തെ 2 രജിസ്റ്റേഴ്സ്. അത് രണ്ടും സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ്.
രജിസ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്താൽ അത് സോഴ്സ് ആണോ ഡെസ്റ്റിനേഷൻ ആണോ എന്ന് നോക്കുക. BEQ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു ഇക്വാലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സോഴ്സ് രജിസ്റ്റേഴ്സ് ആണ് വരിക. അതുകൊണ്ടാണ് അത് A1ലും A2ലും കൊടുത്തിരിക്കുന്നത്. A1ൽ X4 റീഡ് ചെയ്തു, A2ൽ X4 റീഡ് ചെയ്തു. റീഡ് ചെയ്യുന്നതിന് A1ൽ റീഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് RD1ലാണ് കിട്ടുന്നത്. RD1ൽ 14 കിട്ടി. A2 എന്ന് പറയുന്ന X4ൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 14 തന്നെയാണ്. RD2ലും 14 കിട്ടി. സോ 14 നമ്മൾ എടുക്കുന്നു ALUവിലേക്ക്. എന്നിട്ട് ALUവിൽ എന്താണ് ഇൻപുട്ട് വന്നിരിക്കുന്നത് നോക്കുന്നു. ALU കൺട്രോളിൽ 001 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ആണ് വന്നിരിക്കുന്നത്. 001 ഉദ്ദേശിക്കുന്നത് സബ്ട്രാക്ഷനെയാണ്. 000 ആണെങ്കിൽ അഡീഷൻ, 001 ആണെങ്കിൽ സബ്ട്രാക്ഷൻ, 011 ആണെങ്കിൽ ഓർ ഓപ്പറേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. സോ 001 സബ്ട്രാക്ഷൻ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് രജിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ X4മായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം വാല്യൂ ആണോ എന്നറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്യുമ്പോൾ 0 ആണോ കിട്ടുന്നത് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ സബ്ട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ALU ഉപയോഗിക്കുന്നു. ആ ALUവിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് 14ൽ നിന്ന് 14 മൈനസ് ചെയ്ത് എന്താണ്? 0 ആണ്. സോ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ലേബൽ L7 ചെയ്യണം, L7 പെർഫോം ചെയ്യണം, ബ്രാഞ്ചിങ് നടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. ബ്രാഞ്ചിങ് നടക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി നടക്കുന്നത് PC-യിലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്ന പ്രോസസ്സർ, അതായത് +4 ആഡ് ചെയ്യുന്ന പ്രോസസ്സർ. അതിന് പകരം നമുക്ക് എന്ത് വാല്യൂ ആണോ L7ൽ ടാർഗറ്റ് ആയിട്ട് വരേണ്ടത് അതിനെ അവിടെ ഇംപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതായത് 0x100Cയിൽ നിന്ന് ജസ്റ്റ് +4 ആഡ് ചെയ്യാതെ അതിന് വേറൊരു മൾട്ടിപ്ലെക്സർ വച്ചതിന് ശേഷം നമ്മുടെ ഈ ഓഫ്സെറ്റിൽ നിന്നുള്ള വാല്യൂ എടുത്ത് PC ടാർഗറ്റ് എന്ന് പറഞ്ഞ് അതിനെ സ്റ്റോർ ചെയ്ത് നമ്മുടെ PC-യിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. PC-യിലേക്ക് അപ്പൊ ഏത് ഇൻപുട്ട് എടുക്കണം? ഈ +4 എന്ന് പറയുന്ന മൾട്ടിപ്ലെക്സറിൽ നിന്ന് വരുന്ന ഇൻപുട്ട് എടുക്കണോ, അതോ ഈ PC ടാർഗറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് വരുന്ന ഇൻപുട്ട് എടുക്കണോ? അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഡീമൾട്ടിപ്ലെക്സർ വെക്കുന്നു. 0 ആണോ 1 ആണോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് PC-യുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡീമൾട്ടിപ്ലെക്സറിന് വെക്കുന്നു. 0 ആണോ 1 ആണോ സോഴ്സ് വരുന്നത്? 1 ആണ് എങ്കിൽ PC ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ALUവിൽ നിന്ന് എടുക്കുന്നു. ഇനി 0 ആണെങ്കിൽ ഈ +4 ആഡ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിൽ നിന്ന് എടുക്കുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും PC നെക്സ്റ്റ് എന്ന് പറയുന്ന PC-യുടെ ഇൻപുട്ട് വരുന്നത്. ഓക്കെ ആണോ? സോ അവിടെയും കൂടി നമ്മളൊരു ഡീമൾട്ടിപ്ലെക്സർ ആഡ് ചെയ്തു. അപ്പൊ ആക്ച്വലി നമ്മളൊരു എന്താണ് സിംഗിൾ സൈക്കിൾ പ്രോസസറിന്റെ ഡേറ്റാ പാത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം, എൻറ്റയർ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. കംപ്ലീറ്റ് സിംഗിൾ സൈക്കിൾ പ്രോസസർ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഇതിനകത്ത് ഈ ബ്ലൂ ഫിഗേഴ്സ് അത് കൺട്രോൾ സിഗ്നൽസിന്റെ സിഗ്നൽസ് ഇതാണ്. അത് തൽക്കാലം നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, കൺട്രോൾ സിഗ്നൽ കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. എങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള സിംഗിൾ സൈക്കിൾ പ്രോസസർ ആവുകയുള്ളൂ. സിംഗിൾ സൈക്കിൾ പ്രോസസർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് രണ്ട് സെക്ഷൻസ് അവിടെ വരും. ഒന്നൊരു ഡേറ്റ പാത്ത്, എങ്ങനെയാണ് ആ ഒരു സൈക്കിൾ പ്രോസസറിൽ ഡേറ്റാസ് ഫ്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റ ഡയഗ്രം നടക്കുന്നത്, അതാണ് ഡേറ്റ പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡേറ്റ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതാണ് കൺട്രോൾ സിഗ്നൽസ്. ഏത് സമയത്ത് ഏത് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് പ്രോസസ് ആണ് നടക്കേണ്ടത് അതും കൂടെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. ആ ഒരു രണ്ട് സെക്ഷൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സിംഗിൾ സൈക്കിൾ പ്രോസസർ ആകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലൂ കളറിലുള്ള സംഭവങ്ങൾ എന്താണ് കൺട്രോൾ യൂണിറ്റ്, ഈ ഒരു കൺട്രോൾ യൂണിറ്റ് വരുന്നത് എങ്ങനെയാണ്, ഏത് സമയത്താണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഇത് ഫുൾ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഈ ബ്ലാക്ക് വെച്ചിട്ടുള്ള ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ എന്താണ് ലോഡ് ഇൻസ്ട്രക്ഷൻ, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ, ഓർ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ആ ഒരു കമ്പാരിസൺ വെച്ച് പഠിച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി ആ 4 ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ എത്രത്തോളം മൾട്ടിപ്ലെക്സേഴ്സ് വേണം, എത്രത്തോളം ALUs വേണം, അതെല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു വരച്ചിരിക്കുന്നതാണ് ഈ ഒരു ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത്. കൺട്രോൾ സിഗ്നൽസ് ഒഴിച്ച് ബാക്കി എല്ലാം കൂടി 4 ഇൻസ്ട്രക്ഷൻസിന്റെയും ഡേറ്റ പാത്ത് ഒറ്റ ഫിഗറിൽ വരുന്ന ഫിഗർ ആണ് ഇത്. സോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഒരു സാമ്പിൾ പ്രോഗ്രാം എന്നിട്ട് ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഉണ്ടാവുള്ളൂ, ഒരു കംപ്ലീറ്റ് സിംഗിൾ സൈക്കിൾ പ്രോസസറിനെ വരയ്ക്കാനായിരിക്കും. അതല്ല എങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്റെ വരയ്ക്കാനായിരിക്കും. അപ്പൊ ഏതാണെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കംപ്ലീറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R ടൈപ്പിന്റെയും S ടൈപ്പിന്റെയും B ടൈപ്പിന്റെയും I ടൈപ്പിന്റെയും നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ആ ഒരു കണ്ടന്റ് വന്നാൽ എങ്ങനെയാണ് ഫിഗർ വരയ്ക്കേണ്ടത് നമ്മൾ പഠിച്ചു. അതനുസരിച്ച് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ആ ഒരു എക്സസൈസ് ചെയ്യുക, ലൈക്ക് ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക, വരച്ചു നോക്കുക, എങ്കിൽ മാത്രമേ അത് നമ്മുടെ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ഫിഗർ ആണ് നമുക്കിനി എക്സാക്ട്ലി പറയേണ്ടത്. അപ്പൊ അതിന് മുന്നേ ഒരു കൺട്രോൾ സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ സെക്ഷൻ കൂടി നമുക്ക് ഇതിനകത്ത് വരും.
ഈ 4 ഫിഗേഴ്സ്, അതായത് ലോഡ് ഇൻസ്ട്രക്ഷന്റെ ഫിഗർ അതപ്പോ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. സ്റ്റോർ ഇൻസ്ട്രക്ഷന്റെ ഫിഗർ അത് എസ് ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെ വരുന്നത് എന്താണ്? രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ, ഓർ ഇൻസ്ട്രക്ഷൻ അത് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെ വരുന്നത് ഏതാണ്? ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, അത് ബി ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ എസ് ടൈപ്പ്, ബി ടൈപ്പ്, ഐ ടൈപ്പ്, ദെൻ രജിസ്റ്റർ ടൈപ്പ്, ആർ ടൈപ്പ്. ഈ 4 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ വന്നാലും എങ്ങനെയാണ് ഒരു ഡേറ്റ പാത്ത് വരയ്ക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ക്ലാസ്സിലായിട്ട് പറഞ്ഞു. അത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ലൈക്ക് വരച്ച് തന്നെ നോക്കുക. മസ്റ്റായിട്ടും വരച്ച് ചെയ്ത് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇനി ആ ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസറിലേക്ക് എങ്ങനെയാണ് കൺട്രോൾ യൂണിറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസും കൂടെ ഇൻക്ലൂഡ് ആവുന്നത്? എന്താണ് വാട്ട് യു മീൻ ബൈ കൺട്രോൾ സിഗ്നൽസ്? ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ഒരു സിംഗിൾ സൈക്കിൾ പ്രോസസറിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നത് അവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഈ കൺട്രോൾ യൂണിറ്റിനകത്ത് സ്പെസിഫിക് സിഗ്നൽസ്, കറണ്ട് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്പെസിഫിക് സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് ബ്രെയിൻ ഓഫ് ദ പ്രോസസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറയുന്നു. കാരണം എങ്ങനെയാണ് ഡേറ്റ മൂവ് ചെയ്യേണ്ടത് ഡേറ്റ പാത്തിലൂടെ, അല്ലെങ്കിൽ ഏത് ക്ലോക്ക് സൈക്കിളിലാണ് അത് വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു കോർഡിനേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ സിഗ്നൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ കൺട്രോൾ യൂണിറ്റിന്റെ ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഡേറ്റ ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ പാത്തിന്റെ എങ്ങനെയാണ് കോർഡിനേഷൻ നടക്കേണ്ടത്, ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ എന്തൊക്കെ പെർഫോമൻസ് ആണ്, ഏത് സമയത്താണ് ഇത് പെർഫോം ചെയ്യേണ്ടത്, ഏത് സമയത്ത് ഏത് ലൈക്ക് സ്റ്റേറ്റ് എലമെന്റ് ആണ് വർക്ക് ചെയ്യേണ്ടത്, ആ ഒരു ഡേറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രെയിൻ ഓഫ് ദ പ്രോസസർ എന്ന് അറിയപ്പെടുന്ന ഒരു കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതാണ് കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്ന യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. സോ കൺട്രോൾ യൂണിറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഈ 32 ബിറ്റ് ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അതിന്റെ ഒരു സ്പെസിഫിക് ഫീൽഡുകളെ എക്സാമിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് സിഗ്നൽ ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓരോ ഇൻസ്ട്രക്ഷൻ ടൈപ്പിനകത്തും എന്താണ് ഒ പി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഫീൽഡും ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ 7 എന്ന് പറയുന്ന ഫീൽഡുകളുണ്ട്. ഇത് മൂന്നും എന്താണ്, ആ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് സി പി യുവിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രോസസറിന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡുകളാണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഒ പി എന്ന് പറയുന്ന ഫിഗർ ഐഡന്റിഫൈ ചെയ്യുന്നു ആ ഇൻസ്ട്രക്ഷന്റെ ക്ലാസ്. ഒ പി അഥവാ ഒ പി കോഡ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇൻസ്ട്രക്ഷന്റെ ക്ലാസ് ഏതാണ്, ഏത് ടൈപ്പിൽ അത് ബിലോങ് ചെയ്യുന്നു മനസ്സിലാക്കുന്നത്. ദെൻ ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന കോഡ് വെച്ചുകൊണ്ടാണ് ആ ഇൻസ്ട്രക്ഷൻ ക്ലാസ്സിൽ തന്നെ വരുന്ന സെപ്പറേറ്റ് ഉള്ള ഇൻസ്ട്രക്ഷൻസ്. ഫോർ എക്സാമ്പിൾ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിന്റെ അടിയിലാണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഓർ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വരുന്നത്. സോ ആ ഒരു ടൈപ്പിൽ ഏത് കാറ്റഗറിയാണ്, ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, ഏതാണ് കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അഡീഷൻ ഓപ്പറേഷൻ ആണോ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആണോ, അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന ബിറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി ഫംഗ്ഷൻ 7 സ്പെസിഫൈ ചെയ്യുന്നത് ലൈക്ക് അഡീഷൻ, ലൈക്ക് ഇപ്പൊ നോക്കിക്കേ, അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന സെയിം ടൈപ്പിലാണെങ്കിലും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ആ ഒരു 3 ടൈപ്പ്, ലൈക്ക് ഇപ്പൊ ഈ ഫംഗ്ഷൻ 7ഉം ഫംഗ്ഷൻ 3ഉം എല്ലാ ടൈപ്പിലും ബിലോങ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇമ്മീഡിയറ്റിനകത്ത് ഫംഗ്ഷൻ 7 എന്ന് പറയുന്ന ഫീൽഡ് മിസ്സിംഗ് ആണ്, പക്ഷെ ആർ ടൈപ്പിനകത്ത് ഫംഗ്ഷൻ 7ഉം ഉണ്ട് ഫംഗ്ഷൻ 3ഉം ഉണ്ട്. സോ ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഇമ്മീഡിയറ്റ് ആഡ് ഐ എന്ന് പറയുന്ന പർട്ടിക്കുലർ നിമോണിക് കോഡിന് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ആഡ് അല്ലെങ്കിൽ സബ് എന്ന് പറയുന്ന ആ ഒരു രണ്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ 3ഉം ഫംഗ്ഷൻ 7ഉം നമുക്ക് സെപ്പറേറ്റ് ആവശ്യമായിട്ട് വരുന്നു. സോ ഇനി നമ്മൾ അങ്ങനെയുള്ള കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് അതായത് കൺട്രോൾ യൂണിറ്റിന് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റിന് വരുന്ന ഇൻപുട്ടുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ പി എന്ന് പറയുന്ന ഫീൽഡും ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന ഫീൽഡും ഫംഗ്ഷൻ 7 എന്ന് പറയുന്ന ഫീൽഡും ആണ്. ഇനി കൺട്രോൾ സിഗ്നൽസ് ലൈക്ക് ആ ഒരു കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സമയത്ത് ഇന്ന പ്രോസസ് നടക്കണമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെജ് റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർഡ് ഫയലിലെ റൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് രജിസ്റ്റർ ഫയലിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രജിസ്റ്റർ റൈറ്റ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് സോഴ്സ് അഥവാ IMM/SRC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാല്യൂസിനെ ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IMM/SRC കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സോഴ്സ് വാല്യൂസിനെ എങ്ങനെ നമുക്കതിനെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് യൂണിറ്റിലേക്ക് എങ്ങനെ കൊടുക്കാം, ആ ഒരു കൺസെപ്റ്റ് ആണ്. ഇത് നമ്മുടെ ഫിഗറിനകത്ത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എവിടേക്കാണ് കൺട്രോൾ സിഗ്നൽസ് വരുന്നത് എന്നുള്ളത്. ദെൻ ALU/SRC എന്ന് പറയുന്ന സിഗ്നൽ ഉണ്ട്. ഒരു മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു, ALU ഓപ്പറാൻഡ് ഏതാണ്, അതിന് ആ ഒരു ഏത് രജിസ്റ്റർ ഫയലിൽ നിന്നുള്ള സിഗ്നൽ ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ സൈൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻഡ് ആണ് എടുക്കേണ്ടത്, ഏതിനെയാണ് എടുക്കേണ്ടത്,
ALU എന്ന് പറയുന്ന മൾട്ടിപ്ലെക്സറിൽ ഏത് സിഗ്നലിനെയാണ് ഇൻപുട്ട് ആയിട്ട് എടുക്കേണ്ടത് അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ALU SRC എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പൊ ALU SRC 0 ആണെങ്കിൽ ഇന്ന സിഗ്നൽ ആണ് ലൈക്ക് ഇന്ന ഇൻപുട്ട് ആണ് എടുക്കേണ്ടത്. ALU SRC 1 ആണെങ്കിൽ ഇന്ന ഇൻപുട്ട് ആണ് എടുക്കേണ്ടത്. അത് നമ്മളിപ്പോ പല ഫിഗറിലും പറഞ്ഞു. സോ ആ ALU SRC എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ALU എന്ന് പറയുന്ന മൾട്ടിപ്ലെക്സറിൽ ആ മൾട്ടിപ്ലെക്സറിൽ രണ്ട് ഇൻപുട്ടുകളാണ് കൊടുക്കാൻ പറ്റുക, 0ഉം 1ഉം. 0-അനുസരിച്ച് ഇന്ന ഇൻപുട്ട്, 1-അനുസരിച്ച് ഇന്ന ഇൻപുട്ട്. ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ALU SRC എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ഉപയോഗിക്കുന്നത്. അടുത്താണ് ALU കൺട്രോൾ. ALU കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ബിറ്റ് സിഗ്നൽ ആണ്. അതായത് എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് ആ ALUവിന്റെ അകത്ത് പെർഫോം ചെയ്യേണ്ടത് അതാണ് ALU കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ALU SRC എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലെക്സറിൽ ഏത് ഇൻപുട്ടാണ് എടുക്കേണ്ടത്. ALU കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ALU അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിനകത്ത് എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണെങ്കിൽ 0-0-0 എന്ന് വേണം കൊടുക്കാൻ, സബ്ട്രാക്ഷൻ ആണെങ്കിൽ 0-0-1, ഇനി ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ 0-1-1. ഇത് മൂന്നാണ് നമ്മളിപ്പോൾ ആക്ച്വലി പഠിച്ച ALU ഓപ്പറേഷൻസ്. അതിനവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഇനി മെം റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെമ്മറി റൈറ്റ് അഥവാ മെം റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ. മെം റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ഉപയോഗിക്കുന്നത് മെമ്മറിയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെങ്കിലാണ്. ദെൻ റിസൾട്ട് SRC ഉണ്ട്. റിസൾട്ട് SRC കൊണ്ട് ഉദ്ദേശിക്കുന്നത് രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ ഏതാണ്. റിസൾട്ട് SRC കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സോഴ്സ് ആണ്. റിസൾട്ട് ഏത് റിസൾട്ടിനെയാണ് നമ്മൾ ഡേറ്റ രജിസ്റ്റർ ഫയലിലേക്ക് റൈറ്റ് ചെയ്യേണ്ടത്, അതിന്റെ സോഴ്സ് ആയിട്ട് എടുക്കേണ്ടത് ഏത് റിസൾട്ടിനെയാണെന്ന് ഒരു മൾട്ടിപ്ലെക്സറിന് ചൂസ് ചെയ്യാൻ കൊടുക്കുന്ന കൺട്രോൾ സിഗ്നൽ ആണ് റിസൾട്ട് SRC. ദെൻ PC SRC എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന PC ടാർഗറ്റ് ആണോ അല്ലെങ്കിൽ PC+4 എന്ന് പറയുന്ന മൾട്ടിപ്ലെക്സർ ആണോ ഉപയോഗിക്കുന്നത്, അതിൽ ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫിഗറിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന മൾട്ടിപ്ലെക്സറിലൊക്കെ കൊടുക്കുന്ന സിഗ്നൽ ആ ഒരു കൺട്രോൾ സിഗ്നൽ 0 ആണോ 1 ആണോ അല്ലെങ്കിൽ ഏത് റിസൾട്ട് ആണ് ആ ഒരു ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു കോർഡിനേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ കൺട്രോൾ സിഗ്നൽസ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി ഓരോന്നിന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ്ലി. എന്നിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡയഗ്രത്തിലേക്ക് വരുന്നത്. സോ ഡയഗ്രം സ്റ്റാർട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അറിയാം, പക്ഷെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. നിങ്ങളൊന്ന് പഠിക്കാൻ വില്ലിങ്ങായിട്ട് നോക്കിയാൽ മതി. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 2-3 ഇൻസ്ട്രക്ഷൻസിന്റെ എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതാൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അത്രയ്ക്കും സിമ്പിൾ ആണ്. സോ ആ ഒരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നവർ മസ്റ്റ് ആയിട്ടും ഇൻസ്ട്രക്ഷൻ എടുത്ത് ആ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് വരുന്നത്, അതിനനുസരിച്ച് ഫിഗർ വരച്ചു നോക്കുക. സമയമില്ലാന്ന് അറിയാമെങ്കിലും സമയം എടുത്ത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ എക്സാം ടൈമിൽ മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഇടയ്ക്ക് ഒന്നും നോക്കേണ്ടതില്ല. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ആ സ്റ്റേറ്റ് എലിമെന്റ്സ് എന്താണ്, സ്റ്റേറ്റ് എലിമെന്റ്സിൽ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും.